നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്ഷണം കഴിച്ചതിന് പണം ചോദിച്ചതിനാണ് എറണാകുളത്തും കോഴിക്കോടും ആക്രമണം ഉണ്ടായത്. ഭയങ്കര ആക്രമണമാണ്, ക്രൂരമായ ആക്രമണമാണ്. എറണാകുളത്ത് തൃക്കാക്കരയിലാണ് സംഭവം ഉണ്ടായത്. അതുപോലെ തന്നെ കോഴിക്കോടും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2-3 വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഭക്ഷണം കഴിച്ചിട്ട് മാന്യന്മാരായിട്ട് ഇറങ്ങിപ്പോവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉളുപ്പ് എന്ന് പറഞ്ഞ ലേശമാണ്. കാരണം എന്താ വെച്ചാൽ, ഈ സാധനങ്ങളൊക്കെ വാരി വലിച്ച് നേരെ ടേസ്റ്റോടെ നക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ പൈസ ചോദിച്ചതിനാണ് അവിടെ ആ പ്രശ്നം ഉണ്ടായത്. കോഴിക്കോട് അത് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഷവർമ്മക്കട നടത്തുന്നവരാണ് ഇവിടെ, പിന്നെ ഇൻഫോ പാർക്കിൻ്റെ അവിടെ, കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അവിടെ. അവരും ഇവരും വലിയ മാറ്റമൊന്നുമില്ല. അവരും ഹോട്ടൽ നടത്തുന്നു, ഇവരും ഹോട്ടൽ നടത്തുന്നു. അവർ ഷവർമ്മക്കടയും ഹോട്ടലും കൂടി വലിയൊരു മാറ്റമൊന്നുമില്ല. ഹോട്ടലിൽ കുറച്ചുകൂടി ഭക്ഷണം കൂടും. ഷവർമ്മക്കടയിൽ ഷവർമ്മ മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഷവർമ്മയോ ജ്യൂസോ അതൊക്കെ തന്നെ കൊടുക്കുള്ളൂ. വലിയ മാറ്റമൊന്നുമില്ല. 2 ഹോട്ടൽ തന്നെയാണ്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, അതിലും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കും. ബിരിയാണി കൊടുക്കും, ചിക്കൻ ബിരിയാണി കൊടുക്കും, അതുപോലെ ചോറുണ്ടാവും, എല്ലാ സാധനവും ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും. എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാന്യന്മാരാണെന്ന് കഴിച്ച ഭക്ഷണം പൈസ കൊടുക്കണം. അതായത് നക്കിയിട്ട് ഇങ്ങോട്ട് പോരും ചെയ്ത് നാണമുണ്ടെന്ന് അറിയില്ല. അത് ഇവിടെ ഉള്ളവരല്ല, പുറത്തുള്ളവരാണ്, അത് തൊഴിലാളികളാണ് എന്നാണ് പറയുന്നത്. അതിൽ ഒരുത്തനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 2 ആളെയും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ആക്രമണം നടത്തുന്ന വീഡിയോ കാണാം. അത് കഴിഞ്ഞിട്ട് അവരെ പിടിച്ച് പോലീസ് കൊണ്ടിരുന്നത് ഒരുത്തനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി 2 എണ്ണത്തിനെയും കൂടി കിട്ടി. അങ്ങനെ 3 എണ്ണത്തിനെ കിട്ടി അവിടുന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. ആദ്യം നമുക്ക് ആക്രമണം നടത്തുന്ന വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരാൾ ഈ സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ജെവിൻ, പൊരിഞ്ഞ അടിയാണ്. ഇതിപ്പോ എന്ന് സംഭവിച്ച കാര്യമാണ്? ഇതാരാണ് ഈ അക്രമി സംഘം? ഇന്നലെ രാത്രിയാണ് ശാലിനി തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിന് സമീപമുള്ള ടീ കമ്പനിയുണ്ട്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ് വരുന്നത്. ഭക്ഷണം കഴിച്ചതിന് പണം ചോദിച്ചതിന് കട ഉടമയ്ക്കും തൊഴിലാളിക്കും ക്രൂരമായൊരു മർദ്ദനമേറ്റിരിക്കുന്നു. 3 അംഗ സംഘമാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒരാൾ ഈ സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരാൾ ഈ സംഭവത്തിൽ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. ജെവിൻ, പൊരിഞ്ഞ അടിയാണ്. ഇതിപ്പോ എന്ന് സംഭവിച്ച കാര്യമാണ്? ഇതാരാണ് ഈ അക്രമി സംഘം? ഇന്നലെ രാത്രിയാണ് ശാലിനി തൃക്കാക്കര NGO ക്വാർട്ടേഴ്സിന് സമീപമുള്ള ടീ കമ്പനിയുണ്ട്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോ അപ്പം ഇനിയും ഇവരെ പോലീസ് ഇന്നലെ പിടികൂടിയിട്ടുണ്ട്. പിടികൂടിയിട്ട് 3 ആളെ, ആദ്യം ഒരുത്തനെ കിട്ടി, പിന്നെ ഇപ്പോൾ 2 ആളെയും കൂടി കിട്ടി. അങ്ങനെ 3 ആളെ കിട്ടിയപ്പം
വ്യാപാര വ്യവസായ ഏകോപന സമിതി വലിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി. കാരണം അവരുടെ ന്യായമായ കാര്യത്തിനാണ് അംഗീകരിക്കുന്നത്. പോലീസ് അവരെ അവിടെ തടഞ്ഞു നിർത്തിയെന്നാണ് പറയുന്നത്. അവിടുത്തെ ഒരു നേതാവിനെ, ഇവരുടെ ഒരു നേതാവിനെ, അദ്ദേഹം ഈ മാന്യന്മാരായിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളെ നീ തല്ലുകൊടന്ന് എന്ന് ചോദിച്ചതിനാണ് അവിടെ പിടിച്ചു നിർത്തിയെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ഇവരെ പിടിച്ചത് അപ്പോൾ വൻ പ്രതിഷേധം ഉണ്ടായി. ജനങ്ങൾ അത്രയും ക്ഷോഭിച്ചിരിക്കുകയായിരുന്നു. കാരണം അവിടെ ഉള്ള വ്യാപാര വ്യവസായ ഏകോപന സമിതികൾ, കാരണം അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുള്ള പ്രതീക്ഷയില്ല. അത് പോലീസ് മനഃപൂർവ്വം എന്താണെന്ന് വെച്ചാൽ അത് പോലീസ് ഒരു സംഘർഷം ഒഴിവാക്കുകയാണ് ചെയ്തത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതല്ലെങ്കിൽ 8ൻ്റെ പണി ഇനി കിട്ടും. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അഹങ്കാരം കാണിക്കുന്നത് എറണാകുളത്തുള്ള ആളുകൾ പോലും അല്ല എന്നാണ് പറയുന്നത്. പുറത്തുള്ള ആളുകളാണ്. ഈ ബീഹാറും ബംഗാളൊക്കെ വരുന്ന ഇവിടെ നമ്മുടെ റൂമിലൊന്ന് കിടക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കിടക്കുന്നുണ്ട്. ഇതൊന്നും പിന്നെ വലിയ ഉപദ്രവമില്ലാത്തതുകൊണ്ടാണ് നമ്മളൊന്നും അതിനെ പറ്റിയിട്ട് പറയാത്തത്. പക്ഷേ എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇവരെ പോലീസ് പിടിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നു. അവിടുത്തെ ഭാരവാഹികളൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരി, എന്നാൽ കാണാം. അതിക്രമത്തിൽ അവിടെ അതിക്രമം നടത്തിയ പ്രതികളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് നേരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ തട്ടിക്കയറി. ആ ദൃശ്യങ്ങളിലേക്ക്. സ്റ്റേഷനിലെ അഭ്യാസം മറക്കരുത്. സംസാരിച്ചോ? ഇല്ലല്ലോ, നിങ്ങളെല്ലാം നടപടി ചെയ്തില്ലേ? പിന്നെ കയ്യുകാണികൾ സ്ഥലം എന്ത് സ്ഥലമാണത്? ഇതെന്ത് സ്ഥലമാണത്? അപ്പൊ ഇവിടെ അതിനൊരു മര്യാദ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങി കംപ്ലൈന്റ് തരാൻ സമ്മതിച്ചു. വേറെ കാര്യത്തിനുള്ള കംപ്ലൈന്റ് വാങ്ങിക്കല്ലോ. അതിനുള്ള ഞാനിരിക്കുന്നത്. പക്ഷെ കയ്യേറ്റം പാടില്ലല്ലോ. ചെയ്തില്ലേ? ഇനി നിങ്ങൾ വേറെ അഭ്യാസം ചെയ്താ ജെവിൻ ടുട്ടു വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെവിൻ, 3 സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവരെല്ലാവരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സ്റ്റേഷനിൽ ചെന്നുള്ള ഈ പ്രതിഷേധത്തിന്റെ കാരണം? രജനി, അല്പസമയം മുൻപാണ് ഈ മുനിസിപ്പൽ മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ടീ കമ്പനിയിൽ ഇന്നലെ രാത്രി ഈ അക്രമം അഴിച്ചുവിട്ട 3 പേരെയും, നേരത്തെ ഒരാളെയാണ് പിടികൂടിയത്, ബാക്കി 2 പേരടക്കം ഇപ്പോൾ 3 പേരെയും പിടികൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്താണ് ഇവരിൽ എനിക്കിപ്പോൾ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആളുകളുണ്ട്. ഇവരൊക്കെ ഇവിടെയുള്ള ഹോട്ടൽ ജീവനക്കാരും ഹോട്ടൽ ഉടമകളും ഒക്കെയാണ്. ഇവരും ഇതിൽ ഒരാൾ അവരെ പ്രതിയെ കണ്ടപ്പോൾ അങ്ങോട്ട് അവരെ ഇറക്കിയപ്പോഴാണ് ഒരു പ്രകോപനം ഉണ്ടായത്. അതിലിപ്പോൾ ഒരാളെ പോലീസ് സ്റ്റേഷനകത്തേക്ക്, ഇവരെ കൂട്ടത്തിൽ ഒരാളെ പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പ്രതികളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തൃക്കാക്കര തന്നെ ഇൻഫോ പാർക്കിനടുത്ത് ഷവർമ കടയിൽ ജോലി ചെയ്യുന്ന 3 പേരാണ് അറസ്റ്റിലായത്. പോലീസ് പ്രതികളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നതേ ഉള്ളൂ. ആ സമയത്താണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് തർക്കമുണ്ടായത്. അപ്പോഴാണ് ഇവർക്ക് വലിയ പ്രതിഷേധം എന്തെന്ന് വെച്ചാൽ ഇത് ഒരു സംഭവമല്ല, ഒന്നിലേറെ സംഭവങ്ങൾ കൊച്ചിയിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിലൊന്നും വേണ്ട ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. രാത്രികാലങ്ങളിൽ ഈ കച്ചവടം നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ് ഇവർ പറയുന്നത്, അല്ലേ? അതെ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ അവർ ഒറ്റക്കാണ് കച്ചവട സ്ഥാപനങ്ങൾ. അവരും ആ തൊഴിലാളികൾ മാത്രമുള്ളൂ. ഈ അന്യ ആളുകൾ അന്യ നാട്ടിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ ഇവിടെ ഉള്ളവരല്ല. അന്യ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പൈസ കൊടുക്കില്ല. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുക. അതാണ് ഇന്നലെ ഇവിടെ ഇത് വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി അതായത് മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ പൈസ ചോദിച്ചതിൻ്റെ പേരിലാണ് 3 പേര് ആക്രമിച്ചത്. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സംസ്ഥാന യൂത്തിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണ് ഇന്ന് പരാതിയുമായിട്ട് സ്റ്റേഷനിൽ വന്നത്. അദ്ദേഹം ഇറങ്ങി വരുന്ന അവരോട് ഒരു കാര്യമേ ചോദിച്ചിട്ടുള്ളൂ, മാന്യമായി കച്ചവടം ചെയ്യുന്നവർ നീ തല്ലോടാ എന്നൊരു ചോദ്യം ചോദിച്ചതിനാണ് പോലീസ് ഇന്നിപ്പോൾ അദ്ദേഹത്തെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ഇത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകും. കാരണം ഞങ്ങളൊരു അക്രമവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു സംഘടനയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ആ സംഘടനയിലെ ഒരു നേതാവിനെ നീ കച്ചവടം ചെയ്യുന്നവർ ആക്രമിക്കുമോ എന്ന് ചോദിച്ചതിനാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോലം. ഇനി കോഴിക്കോട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അവിടെയും കഴിച്ച ഭക്ഷണത്തിൻ്റെ പൈസ കൊടുത്തില്ല. അവിടെ 3-ൽ കൂടുതൽ ആളുകൾ, ഇവിടെ എറണാകുളത്ത് 3 ആളാണെന്നുണ്ടെങ്കിൽ അവിടെ 3-ൽ കൂടുതൽ ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരാളെ കിട്ടിയിട്ടുണ്ട്, ബാക്കി 3 എണ്ണത്തിനെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം തൊട്ട മൊബൈൽ ഷോപ്പുകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്.
ഈ കാശ് കൊടുക്കാത്തതിൻ്റെ ഇഷ്യൂ കൊണ്ട് വേറെ വ്യക്തിപരമായിട്ടൊന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതും കൂടി ഒന്ന് കാണാം. ഓക്കെ. ഭക്ഷണം കഴിച്ച പണം ചോദിച്ചതിന് ഹോട്ടൽ തല്ലിത്തകർത്തൊരു സംഭവം കോഴിക്കോട്ടുണ്ടായി. കോഴിക്കോട്ടെ മിംസ് ആശുപത്രിക്ക് മുൻവശത്തെ കടയിലാണ് യുവാക്കൾ അതിക്രമം കാണിച്ചത്. ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന യുവാവിനെ ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. രാഹുൽ കെ വി വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, വലിയ തിരക്കേറിയ സമയം, ഭക്ഷണം കഴിച്ച പണം ചോദിച്ചതിന് ഹോട്ടൽ തല്ലിത്തറക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടായത് എങ്ങനെയാണ്? ഹോട്ടലിൽ ഉണ്ടായിരുന്നവരുടെ പ്രതികരണം എന്താണ്? ഇവരെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ, ഈ അക്രമികളെ? രതീഷ്, അത് തന്നെയാണ്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതിന്, കൗണ്ടറിൽ ഇരുന്നയാൾ ചോദിച്ചതിനാണ് ഹോട്ടൽ തന്നെ തല്ലി തകർത്തിട്ടുള്ളത്. ഇന്നലെ രാത്രി 9:30 ഈ സംഭവം ഉണ്ടാകുന്നത്. മിംസ് ആശുപത്രിയുടെ, മാങ്കാവ് ആശുപത്രി മിംസ് ആശുപത്രിയുടെ നേരെ എതിർവശത്തുള്ള അളിയൻസ് എന്ന പേരിലുള്ള ഹോട്ടലാണ്. ദൃശ്യങ്ങളിലേക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ ഉണ്ടായിരുന്ന ചില്ല അലമാര തല്ലി തകർത്തതാണ്. കല്ലിന്റെ ഭാഗങ്ങളടക്കം, ഇഷ്ടികയുടെ ഭാഗങ്ങളടക്കം അതിനകത്ത് കാണുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹോട്ടലിന്റെ ഡിസ്പ്ലേ ബോർഡ്, ഇലക്ട്രിക് ബോർഡൊക്കെ പൂർണ്ണമായും തല്ലി തകർത്തത് നിലത്തിട്ടിരിക്കുകയാണ്. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസിന്റെ എഫ്ഐആർ പ്രകാരവും അങ്ങനെയാണ്. 3 യുവാക്കളാണ് ഈ അക്രമത്തിന് പിന്നിൽ. ഏകദേശം 500 രൂപയിലും അധികം ചിലവിൽ ഇവർ ഭക്ഷണം കഴിക്കുകയാണ്. നേരെ ഇറങ്ങിപ്പോകാനുള്ള ശ്രമം നടക്കുന്നു. ആ സമയത്താണ് കൗണ്ടറിലുണ്ടായിരുന്ന ഷഹനാദ് എന്ന യുവാവ് പൈസ തരാതെ നിങ്ങൾ പോകരുതെന്ന് പറയുന്നത്. അതോടുകൂടിയാണ് ഇവർ പ്രകോപിതരാവുകയും പിന്നീട് നടന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. പുറത്തേക്ക് പോയി വടിയടക്കം എടുത്തുകൊണ്ടുവന്നാണ് ഈ അക്രമം നടത്തിയിരുന്നത്. ഷഹനാദിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടൽ ആരംഭിച്ചിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്നതുകൂടിയാണ്. ഇതിനു മുൻപ് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, അതടച്ചു. പിന്നീട് 4 യുവാക്കൾ ചേർന്ന് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതാണ്. അതാണ് ഏതായാലും അടിച്ചു തകർത്തിട്ടുള്ളത്. ഈ അക്രമികളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായി ഇവിടെ തന്നെ ഉള്ള സമയത്ത് നാട്ടുകാരൊക്കെ ചേർന്ന് പിടികൂടിയായിരുന്നു. പിന്നീട് 2 പേർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണെന്നാണ് എന്തായാലും നാട്ടുകാരടക്കം സൂചനകളൊന്നുമില്ലല്ലോ. രതീഷ്, ഇല്ല, അത്തരത്തിലുള്ള സൂചനകളൊന്നുമില്ല. മുൻവൈരാഗ്യം അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെയാണ്, ഭക്ഷണം കഴിച്ചതിൽ തന്നെയാണ്. ഇപ്പോൾ ഏതായാലും പണം തരാൻ കഴിയില്ല എന്നായിരുന്നു ആ യുവാക്കളുടെ പ്രതികരണവും. നമ്മോടൊപ്പം ഏതായാലും ഇവിടെയുള്ള ദൃക്സാക്ഷി കൂടി ചേരുന്നുണ്ട്. തൊട്ടടുത്ത മൊബൈൽ കടയിലുള്ള ആൾ, അല്ല മൊബൈൽ കടയിൽ ഈ സംഭവം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ വർക്കിലായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാത്തതിൻ്റെ പേരിൽ തല്ലുണ്ടാവുകയും അതിനെ തുടർന്ന് ഇവിടുന്ന് കല്ല് വടി എടുത്തുകൊണ്ടുവന്ന് അവിടെ തല്ലി പൊട്ടിക്കുക. അപ്പോൾ ആൾക്കാർ എത്തിയില്ല. അപ്പോൾ തന്നെ ഇവിടെയുള്ള ജീവനക്കാർക്ക് അടിയൊക്കെ കുടുങ്ങിയാണ്. അങ്ങനെ ആൾക്കാർ കൂടി പിടിച്ചു. 2 ആൾക്കാർ രക്ഷപ്പെട്ടു പോയി. ഒരാൾ മാത്രമാണ് കിട്ടിയത്. അതിന് പോലീസ് കേസായപ്പോൾ പിന്നെ ഒതുങ്ങിപ്പോയി. പൈസ കൊടുക്കാത്തതിൻ്റെ ഇതിലാണ് കശ ഉണ്ടായത്. പൈസ കൊടുക്കുക ഞാൻ തരില്ല എന്നുള്ള രൂപത്തിലായി. ഇതിൻ്റെ അടുത്ത് വാങ്ങുമോ എന്നുള്ള അങ്ങനത്തെ ചോദ്യങ്ങളായി. പറ്റുമെങ്കിൽ വാങ്ങുമെന്നായിരുന്നോ? പറ്റുമെങ്കിൽ വാങ്ങുമെന്നായിരുന്നു. നിങ്ങൾ വാങ്ങുമെന്നുള്ള അങ്ങനത്തെ രീതിയായി. അങ്ങനെയാണ് ആ പൊട്ടിപ്പോയത്. അടിച്ച് പൊട്ടിച്ച് അത് കല്ലുകൊണ്ട് തല്ലി പൊട്ടിച്ചതാണ്. ഈ വാങ്ങാൻ കഴിയുമെങ്കിൽ വാങ്ങുമെന്നുള്ള സംസാരത്തിന് അങ്ങനെ പറ്റും. ഇവരെ കയ്യിൽ വടിയും കല്ലൊക്കെ പിന്നീട് പുറത്തുപോയി എടുത്തുകൊണ്ട് വന്നാണോ? അതെവിടുന്ന കിട്ടിയത്? അവിടുന്ന് എടുത്തുകൊണ്ടതാണ് ആ സൈഡിൽ വടി കല്ല് എടുത്തുകൊണ്ടെന്ന് അടിച്ച് പൊട്ടിച്ചാണ്. ഓനാണ് മെയിനായിട്ട് പോയത്. ബാക്കിയുള്ളവരാണ് ഇവിടെ കിട്ടിയത്. ആ കല്ലും വടി എടുത്ത് പൊട്ടിച്ചവനും കുറച്ച് ഡ്രഗ്സിൻ്റെ തിന്നാനുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ പൊട്ടിച്ചിട്ട് ഓൻ ഇവിടുന്ന് മുങ്ങി. ഇവർ അറിയുന്നവരാണോ ഈ 3 പേരും? അവിടെ ഈ ഏരിയയിലുള്ള ടീം തന്നെ, ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് 3 പേരും എന്നതാണ്. ഇതിലൊരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടം ഈ ഉടമകളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. 1 ലക്ഷം അധികം രൂപയുടെ നാശനഷ്ടം. ഒപ്പം ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെയാണ്. ഏതായാലും വലിയ അക്രമം തന്നെയാണ് ഇന്നലെ രാത്രി ഹോട്ടലിൽ. ഭക്ഷണം കഴിച്ചതിന്റെ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. എന്താ, കടം പറയാൻ ശ്രമിക്കുകയായിരുന്നോ? അത് സമ്മതിക്കാത്തത് കൊണ്ടാണോ, അതോ പൈസയെ നൽകില്ല എന്നതായിരുന്നോ? അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടോ രാഹുൽ? രതീഷ്, അതായത് കടം പറയുക എന്നതല്ല, ഭക്ഷണം കഴിച്ചു. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെ മൊബൈൽ ഷോപ്പിലുള്ള യുവാവിനോടാണ്, സൽമാൻ ഫാരിസ. അപ്പോൾ സൽമാൻ പറഞ്ഞത് പ്രകാരം ഇവർ 500 രൂപയിലധികം
രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നേരെ ഇറങ്ങിപ്പോകാനായിരുന്നു ശ്രമം എന്നുള്ളതാണ്. പണം നൽകാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതായത് പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ, അല്ലാതെ പണം തരാൻ ഏതായാലും കഴിയില്ല എന്നതാണ്. അതായത് പ്രകോപനപരമായി തുടക്കം മുതലേ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ എന്ന് ഹോട്ടലിലെ ഉള്ള ആളുകൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്താണ് അവർ പുറത്തേക്ക് പോയി. അതിലൊരു യുവാവാണ് പുറത്തേക്ക് പോയി വടിയും ഒപ്പം തന്നെ കല്ലുമൊക്കെ സംഘടിപ്പിച്ച് വീണ്ടും ഈ ഹോട്ടലിലേക്ക് വരികയും ഈ വിധത്തിലുള്ള അക്രമങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നുണ്ട്. ഈ 2 യുവാക്കൾക്ക് വേണ്ടി, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട 2 യുവാക്കൾക്ക് വേണ്ടിയുള്ള ഈ അന്വേഷണം ഏതായാലും നിലവിൽ പുരോഗമിച്ചു വരിക കൂടിയാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നാടിലെ കോലം. എങ്ങനെ നാട് മുന്നോട്ട് പോകും? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. മനസ്സിലായില്ലേ? അതും ഇനിയും ഈ കോഴിക്കോട് നടത്തുന്നത് അവിടെയും അതിഥി തൊഴിലാളികളാണോ ഇനി അവിടുത്തെ നാട്ടുകാരാണോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഒരാളെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, മറ്റേ 3 ആളെ കിട്ടാനുണ്ട്. അതും അറിയത്തില്ല, എന്താണെന്നുള്ള അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ന്യൂസ് ഇപ്പോൾ കണ്ടില്ലേ? ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോലം. മാന്യന്മാരായിട്ട് ഭക്ഷണം കഴിച്ച് പോവുകയാണെങ്കിൽ മാന്യമായിട്ട് പൈസ കൊടുക്കുക. പൈസ ഇല്ലാത്തവൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട. എന്നിട്ട് പൈസ ഇല്ലാത്തതിൻ്റെ നീ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പട്ടി ഷോ കാണിച്ചതാവും. കാരണം ഒരു ഗുണ്ടാപ്പണി. കാരണം അങ്ങനെ ആകുമ്പോൾ കാശ് ചോദിക്കുമല്ലോ. ഞാനെങ്ങനെ അവിടുത്തെ ഹോട്ടലിൻ്റെ ആ ഹോട്ടലിൽ അവരുടെയൊക്കെ മോന്തടിച്ച് പിടിച്ചിട്ടുണ്ടാവും. ഇവർ പാവങ്ങൾ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പിന്നെ ഹോട്ടലിൽ 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള നഷ്ടം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാക്കനാട് എങ്ങനെയാണെന്നുള്ള അറിയില്ല. തൃക്കാക്കരയിൽ നഷ്ടത്തിൻ്റെ ഹോട്ടലിൻ്റെ നഷ്ടമൊന്നും പറഞ്ഞില്ല. ഇവർക്ക് 2 ആൾക്കും അടിയിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹോട്ടലും ഒരു ഉപജീവന മാർഗമാണ്. അത് നമ്മൾ കുട്ടിച്ചോറാക്കരുത്. മനസ്സിലായില്ലേ? പൈസ ഇല്ലാത്തവൻ കഴിക്കാൻ നിൽക്കേണ്ടെന്നേ. വെറുതെ അവിടെ കയറിയിട്ട് പിന്നെ ഒരു പട്ടി ഷോ കാണിക്കാൻ നിൽക്കാണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിൽപ്പെട്ടു. ഇനി അവിടെ കിടക്കട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനത്തെ നാറികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇവരെയൊക്കെ തല്ലിക്കൊരാൻ ആളില്ലാഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? ശരിക്കും ഇവിടെ ഈ പുറം രാജ്യത്തുള്ള, അതായത് ഗൾഫ് മോഡലിലുള്ള നിയമങ്ങളൊക്കെ ഇവിടെ വരണം. എന്നാലേ ശരിയാവുള്ളൂ. ഇവിടുത്തെ ആളുകൾക്ക് നിയമത്തെ പേടിയില്ല. അത് ബംഗാളികളായാലും ഹിന്ദിക്കാരായാലും ഈ തമിഴന്മാരായാലും നമ്മുടെ മലയാളികളായാലും എന്ത് പോക്കൃത്തിനും കേരളത്തിൽ കാണിക്കാന്നുള്ള രീതിയിലാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത്. അത് സ്ട്രോങ് ആയിട്ട് നമ്മുടെ ആളുകൾ, നാട്ടുകാർ തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കുന്ന കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? ശരിയെന്ന് നിർത്തുന്നു. നോക്കാൻ